ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ തുടർച്ചയായി 5ാമത്തെ ദിവസം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാം തന്നെ എല്ലാ ഇൻഡെക്സും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനികളായിട്ടുള്ള HDFC ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും ശക്തമായിട്ടുള്ള റിസൾട്ടാണ് നിഫ്റ്റിക്ക് അതിൻ്റെ കഴിഞ്ഞ 5 ദിവസത്തെ തുടർച്ചയായ റാലിക്കും ഇന്ന് ഒരു 300 പോയിന്റ് അടുത്ത് റാലി രേഖപ്പെടുത്താനും ആയിട്ടും പറ്റിയത്. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഒരു 855 പോയിന്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. ഫിൻ നിഫ്റ്റിയും റാലിയിലാണ്. നിഫ്റ്റി ഇത്ര ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്, എസ്പെഷ്യലി US ഫ്യൂച്ചർ, യൂറോപ്യൻ മാർക്കറ്റ്, ഈവൻ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഇന്ത്യൻ മാർക്കറ്റിന് ഇങ്ങനെ കൂടി ഒരു പ്രത്യേകതകളുണ്ട്. ചില സമയങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവിലാകുമ്പോഴും ഇവിടെ FIS ബൈങ് ആണെങ്കിൽ മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലേക്ക് പോകും. നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ FIS ഓൾമോസ്റ്റ് 3 ദിവസത്തിൽ അവസാന ട്രേഡിംഗ് ഡേ എല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള ബൈങ് ആയിരുന്നു. FISനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റോക്കുകൾ ഫിനാൻഷ്യൽ സ്റ്റോക്കുകളാണ്. HDFC എല്ലാം തന്നെ വീണ്ടും അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്കൊക്കെ തിരികെ എത്താനായിട്ട് FISൻ്റെ കനത്ത ബൈങ് വളരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈവൻ ഗ്ലോബൽ അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോഴും. ഇനി വോഡാഫോൺ ഐഡിയ എല്ലാം തന്നെ ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. ട്രായുടെ പുതിയ റിപ്പോർട്ട് വന്നു. വോഡാഫോൺ ഐഡിയ എല്ലാം തന്നെ സബ്സ്ക്രൈബേഴ്സ് കൊയിന് പോയിട്ടും വോഡാഫോൺ ഐഡിയ എന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഫാർമ സെക്ടറിലും ഡിവിസ് ലാബ് അവരുടെ ഒരു ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ടുള്ളൊരു ടൈപ്പ് കാരണം ഡിവിസ് ലാബും ഏകദേശം ഒരു 4% റാലി രേഖപ്പെടുത്താൻ പറ്റി. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ ഗോൾഡ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള $3,395 പെർ ഔൺസ് എന്ന നിലയിലാണ് ഗോൾഡ് നിൽക്കുന്നത്. ഏകദേശം ഒരു 5 മാസത്തിന് പുറകെ ഗോൾഡ് പെർ ഔൺസിന് $1,600 ഫോൾ ആയിരുന്നു. അവിടെ നിന്നാണ് ഗോൾഡ് ഓൾമോസ്റ്റ് ഡബിളിൽ കൂടുതൽ ആയിട്ടുള്ളത്. ഈ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ടാറ്റ കൺസ്യൂമേഴ്സ് സ്റ്റോക്ക് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1.1 lakh crores ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓവറോൾ ടാറ്റ ഗ്രൂപ്പിലേക്ക് ഇവർ 4.2% മാർക്കറ്റ് ക്യാപ്പ്, ടാറ്റ ഗ്രൂപ്പിൻ്റെ ഓവറോൾ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 27 lakh crores ആണ്. അതിൻ്റെ ഏകദേശം ഒരു ഓൾമോസ്റ്റ് 5% ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടാറ്റ കൺസ്യൂമർ ആണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE UK മാർക്കറ്റ് ഫ്ലാറ്റാണ്. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് മൈനസാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് മൈനസാണ്. ഇനി അതിന് മുകളിലേക്ക് പോകാണെങ്കിൽ ഡോ ഫ്യൂച്ചർ കാണാം 302 പോയിന്റ് ഇടിഞ്ഞു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.5% ഇടിഞ്ഞു. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ് പേരിന് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഗോൾഡ് നോക്കുകയാണെങ്കിൽ അതിശക്തമായ രീതിയിൽ $63 പെർ ഔൺസ് ഉയർന്നു. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡും ഇന്റർനാഷണൽ മാർക്കറ്റിൽ 86,000 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ഗോൾഡും എത്തി നിൽക്കുന്നുണ്ട്. നാളെ നമുക്ക് നോക്കുമ്പോൾ CNന്റെ DLMന്റെ റിസൾട്ട് ഡേറ്റ് കാണാം. ഡെൽറ്റ കോർപ്പിൻ്റെ റിസൾട്ട് ഉണ്ട്, ഹാവൽസിൻ്റെ റിസൾട്ട്, IT കമ്പനിയായിട്ടുള്ള HCL ടെക്കിൻ്റെ റിസൾട്ട്, M&M ഫിനാൻസ്, കൂടാതെ തന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷൻ റിസൾട്ടുകളെല്ലാം തന്നെ ഉണ്ട്. ഈ റിസൾട്ടുകളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള ബിസ്മൈറ്റ് ട്രേഡിംഗ് /റിസൾട്ട് കലണ്ടർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ബിസ്മൈറ്റ് ട്രേഡിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അവിടെ ട്രേഡ് ബഡി എന്ന ടാബിൽ ഈ റിസൾട്ട് കലണ്ടറിൽ നിങ്ങൾക്ക് നാളത്തെ ഡേറ്റ് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ കമ്പനിയുടെ പേരും സെർച്ച് ടാബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് കമ്പനികളുടെ റിസൾട്ടൊക്കെ അറിയാൻ സാധിക്കും. കാരണം ഇത് വളരെയധികം പ്രസക്തി ഉള്ളത് കഴിഞ്ഞ അവസാന ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റിനെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ ഷോർട്ട് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ DKയുടെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള പെർസ്പെക്റ്റീവിലെല്ലാം തന്നെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ ഇന്ന് ഈ കമ്പനികളുടെ റിസൾട്ട് നമുക്ക് ശനിയാഴ്ചയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. പൊതുവേ ഈ നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള HDFC ICICI ബാങ്കിൻ്റെ റിസൾട്ടിൻ്റെ ഒക്കെ ആ ഒരു തലേന്ന് നമ്മൾ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നതും വളരെയധികം ഡിഫിക്കൽട്ടാണ്. കാരണം ഒന്ന് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണെങ്കിൽ റിസൾട്ടാണെങ്കിൽ മാർക്കറ്റ് വലിയ രീതിയിൽ ഗ്യാപ് ഡൗൺ. HDFC ബാങ്കിൽ തന്നെ ADRൽ 8% വരെ ഫോൾ ആയിട്ടുള്ള ചരിത്രമുണ്ട്. എക്സാക്റ്റ് അത് നമുക്കും റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് RBI റെസ്ട്രിക്ഷൻ കൊടുത്ത ആ ഒരു ദിവസം. അപ്പോൾ അങ്ങനെയുള്ള ഈ വലിയ കമ്പനീസിൻ്റെ റിസൾട്ടിന് മുന്നേ ഒക്കെ നമ്മൾ ഇത്തരത്തിൽ മാർക്കറ്റിൽ സ്പെക്കുലേഷൻ നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ വലിയ തോതിൽ ഇറോഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാകും. ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകളായിരിക്കാം ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഈ ട്രംപിൻ്റെ ഒരു താരിഫ് ഹൈക്കിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് എസ്പെഷ്യലി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം GSW എനർജി കമ്പനിയാണ്. ഇവരുടെ പുതിയ 2 വിൻഡ് പ്ലാന്റ് 2025 അവസാനത്തോട് കൂടിയിട്ട് കമ്പനി
ഇനാഗ്രേറ്റ് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. ഇത് സ്റ്റോക്കുകളുടെ ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകളാണ്. റിലയൻസ് ജിയോ 46 ലക്ഷം സബ്സ്ക്രൈബേഴ്സായിട്ട് റിലയൻസ് ജിയോ ട്രായുടെ പുതിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി ഈ ഒരു സമയത്ത് മാർക്കറ്റെല്ലാം തന്നെ ശക്തമായ റാലി രേഖപ്പെടുത്തിയിട്ടും ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ കൃത്രിമ സെബി റൈസ് ചെയ്തതിനെ തുടർന്ന് ഏകദേശം 90% ഇവരുടെ മാർക്കറ്റ് ക്യാപ്പെല്ലാം തന്നെ വൈപ്പൗട്ടായി പോയ ഒരു കാഴ്ചയാണ്. സ്റ്റോക്കെല്ലാം തന്നെ അതിശക്തമായ രീതിയിൽ ഫോൾ ചെയ്തു. അപ്പോൾ ഈ ഫോൾ ചെയ്ത സ്റ്റോക്കിൽ ബൈ ചെയ്യാനുള്ള ടെൻഡൻസി ചില ആളുകൾക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോളിംഗ് നൈഫ് ക്യാച്ച് ചെയ്യും പോലെയാണ്. അപ്പോൾ അതത്ര നല്ല കാര്യമായിട്ട് അല്ല ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവേ വിലയിരുത്തപ്പെടുന്നത്. ടാറ്റ പവർ കമ്പനി ടാറ്റ മോട്ടോഴ്സായിട്ട് പുതിയ ഹൈബ്രിഡ് പ്രോജക്റ്റ് ചെയ്യാൻ ധാരണയായി. സ്റ്റീൽ എക്സ്ചേഞ്ച് കമ്പനി പുതിയ പ്രൊജക്റ്റ് ആന്ധ്ര ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. JNA ആക്സൽ കമ്പനി ഇവരുടെ റിസൾട്ട് 16 കോടി രൂപയിൽ നിന്ന് 25 കോടി രൂപയിലേക്ക് ഉയർന്നു. സ്റ്റോക്കിൽ നിന്ന് 15% റാലി രേഖപ്പെടുത്തി. DCS സിസ്റ്റം കമ്പനി ഇവർ ഇലക്ട്രിസിസ്റ്റായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 10% ഉയർന്നു. ദീപക് നൈട്രേറ്റ് അമോണിയം റൂൾസിലെല്ലാം തന്നെ ഗവൺമെൻറ് ചേഞ്ച് ചെയ്തു. പുതിയ അമോണിയം ലൈസൻസ് 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലേക്ക് ഉയർത്തി. ദീപക് നൈട്രേറ്റിന് ഗുണകരമായി. മുത്തൂറ്റ് 26 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പതഞ്ജലി ഫുഡ് കമ്പനി ഇവരുടെ ഈ കമ്പനിയിലുള്ള JQG പാർട്ട്നേഴ്സിൻ്റെ സ്റ്റേക്ക് അവർ ഉയർത്തിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇൻ്റലക്ട് ഡിസൈൻ അറിയുന്ന UK ഒരു ബാങ്ക് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഡൈനാകോൺ സിസ്റ്റം കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഏതൊക്കെ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.